കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 1, 2, 3, 4 വചനങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തു ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ആത്മാവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ, ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ ദൈവമേ അങ്ങയുടെ ജനത്തിന് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ഇത് കേൾക്കുന്ന എല്ലാവരോടും കൂടി ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിനെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണെന്ന് അംഗീകരിച്ച് സ്വീകരിച്ച് എല്ലാവരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് വാസ്തവത്തിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. കൊളോസ്യർക്ക് ലേഖനം 1:27 പറയുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശയ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ കർത്താവ് വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. എന്നാൽ പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ ജനത്തിൽ അത് വെളിപ്പെടണം. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. കർത്താവ് അവരുടെ മേൽ ഊതി. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ആത്മാവിനെ ഊതിയിട്ട് പറഞ്ഞ്, നിങ്ങൾ കൈക്കൊള്ളുകയും. എന്നാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു, മരിച്ച്, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പല സന്ദർഭങ്ങൾ പ്രത്യക്ഷമായി. സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശക്തി പ്രാപിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 49 പറയുന്നുണ്ട്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. അരുമനാഥൻ, അവർക്കുണ്ടായിരുന്ന അരുമനാഥൻ അവരുടെ കണ്ണിന് മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇന്ന് ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവർ യഹൂദന്മാരെ ഭയപ്പെട്ടു, റോമൻ ഭരണകൂടത്തെ ഭയപ്പെട്ടു. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ യെരൂശലേമിലേക്ക് അവർ തിരിച്ചു വന്നു. അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളും കർത്താവിൻ്റെ അമ്മ മറിയയും സഹോദരങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് 120 പേർ ഒരുമിച്ച് ഇരുന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കാൻ കൂടിയിരിക്കുക. ഇന്ന് പലർക്കും ദൈവശക്തി വേണം. ഇവർ ഭയപ്പാടോട് കാത്തിരിക്കുകയാണ്. കാരണം പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ യഹൂദന്മാർ കൊല്ലും, റോമൻ പടയാളികൾ ഇവരെ ഉപദ്രവിക്കും. കർത്താവിൻ്റെ സാക്ഷിയായി തീരാൻ ഇവർക്ക് സാധ്യമല്ല. അവർക്ക് എല്ലാ രീതിയിലും കഷ്ടത്തിൻ്റെ അനുഭവങ്ങളാണ്, കൂടാതെ ഭയവും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് ഏറ്റവും അധികം ദൈവത്തിൻ്റെ സാന്നിധ്യം വേണ്ടത്. അതറിയാവുന്ന കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശക്തി പ്രാപിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ശക്തി പ്രാപിക്കണമെന്ന്. എന്തായാലും വിശ്വസിച്ച് അവർ 120 പേർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥന തുടങ്ങി. 10-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാൾ വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പലപ്പോഴും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരിക്കാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഒരു കുടുംബത്തിലാണെങ്കിൽ അപ്പൻ, അമ്മ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടിയിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. ഒരുമിച്ച് കൂടിയിരിക്കണമെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ കൃപ വേണം, ദൈവത്തോട് സ്നേഹം വേണം, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെന്നുള്ളൊരു ചിന്താഗതി വേണം. പരസ്പരം ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും അങ്ങനെ ഇരിക്കാൻ പറ്റിയാൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ അവർ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരിക്കുക. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഇപ്പോൾ കാറ്റല്ല, ശരിക്കും പറഞ്ഞാൽ കാറ്റല്ല, പരിശുദ്ധാത്മാവ്. കൊടിയ കാറ്റടിക്കുന്നത് പോലെ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രയും ശക്തമായി അവർക്കത് ഫീൽ ചെയ്തു. ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി.
അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ ആ വീടിനെ മുഴുവൻ നിറച്ചു എന്നാണ് പറയുന്നത്. അപ്പം വീട്ടിലിരുന്ന എല്ലാവരെയും നിറച്ചു, ആ വീടിനെയും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അവിടെ 19-ാമത്തെ വചനത്തിൽ അവിടെ ഒരു വലിയ കാറ്റടിച്ചു. ഇയ്യോബിൻ്റെ മക്കളെല്ലാം മരിച്ചു. അവർ കൊണ്ടുവന്ന സകലത്തെ നശിപ്പിച്ചു കളഞ്ഞു. അത് പിശാചടിപ്പിച്ച കാറ്റാണ്. അപ്പോൾ പിശാചുക്കൾക്കും കാറ്റടിപ്പിക്കുവാൻ കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ മക്കളെ തൊടണമെങ്കിൽ ദൈവത്തിൻ്റെ പെർമിഷൻ കൂടാതെ തൊടാൻ സാധിക്കത്തില്ല. പലപ്പോഴും ദൈവമക്കളുടെ ഒരു ചിന്താഗതിയുണ്ട്, അവർ ദൈവവശത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷയില്ല, പരിശോധനയില്ല, കഷ്ടമില്ല, ദുഃഖമില്ല, എല്ലായ്പ്പോഴും സന്തോഷമായിരിക്കുന്നു. അത് നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ദൈവം നമ്മെ ഓരോ ലെവലിൽ നമ്മെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ അതാണെന്ന് വരികയില്ല. ആ ഓരോ ലെവലിൽ നാം എത്തുമ്പോഴും നമുക്ക് ഓരോരോ ടെസ്റ്റ് വന്നുകൊണ്ടിരിക്കും. അവിടെയൊക്കെ നാം ജയിച്ചാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്ലാനാണ്. അത് ഒരിക്കൽ 94 ഞങ്ങളുടെ സഭയിൽ ഒരു ശുശ്രൂഷകൻ, അദ്ദേഹം വലിയ പ്രവാചകൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സഭ ശുശ്രൂഷകൻ്റെ പെർമിഷനോടുകൂടി സഭയിൽ വന്ന് ദൈവവചനം പ്രസംഗിച്ചു. വാസ്തവത്തിൽ അയാളൊരു മന്ത്രവാദിയായിരുന്നു. അയാൾ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്ന ശക്തികളെ ആവാഹിച്ച് മറ്റുള്ളവരിലേക്ക് കടത്തിവിടുന്ന വ്യക്തിയായിരുന്നു. പക്ഷേങ്കിൽ അയാൾ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. ഈ ബൈബിളിൽ നിന്ന് ഏതെങ്കിലും വചനമെടുത്ത് അയാളുടെ മന്ത്രങ്ങളോട് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അയാളുടെ അജ്ഞതയാണ്. പക്ഷേ അയാളുടെ കർമ്മങ്ങളോടുകൂടി ബൈബിൾ വചനം കൂടെ ചേർക്കണമെന്നുള്ളൊരു ചിന്താഗതി അയാളിലുണ്ടായി. അങ്ങനെ അയാൾ ഞങ്ങളുടെ സഭയിലും അന്ന് ദൈവവചനം പ്രസംഗിക്കുന്ന സമയത്ത് അകാരണമായ ഒരു ഭയമുണ്ടായി. എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. അന്ന് എനിക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നറിയാം, പക്ഷേ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, ഇയാൾ പ്രസംഗിച്ചപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്ന ഇയാൾക്കെന്തോ പിശാചിൻ്റെ എന്തോ ഉണ്ട് എന്ന ചിന്ത വന്നിട്ട് ഞാൻ മിണ്ടാതിരുന്നില്ല. അന്ന് ഞാൻ ജോലിയിലായിരുന്ന സമയമാണ്. ഞാൻ ആ സഭ നടത്തുന്ന ആൻറ്റിയോട് ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്ററോടും പറഞ്ഞു, ഇയാൾ പ്രസംഗിച്ചപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി എനിക്ക് ഭയങ്കരമായിട്ട് വെപ്രാളമുണ്ടായി. ഇത് ശരിയല്ല, ഈ മനുഷ്യനെ കേട്ടിരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആൻറ്റി ഭയങ്കര പ്രവാചകനാണ്, കറക്റ്റ് ദൂത് പറയും. അയാൾ കറക്റ്റ് ദൂത് പറയും, പക്ഷേ അയാൾ പറയുന്ന കാര്യം അയാൾ സംഭവിപ്പിക്കും. ഒരാൾ ചാകുമെന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും. അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. എന്തായാലും അയാൾ ശരിയല്ല എന്നോ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സഭ വളരെ താമസിച്ചു. പക്ഷേ എനിക്ക് ആ വെളിപ്പാട് കിട്ടിയതനുസരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കാരണമില്ലാത്ത വിഷയങ്ങളാണ്. എൻ്റെ ഓഫീസിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ജോലി ടൈം കഴിയുമ്പോൾ എൻ്റെ റൂമിനകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒക്കെ ദൈവത്തോട് കൂടുതൽ അടുത്ത് വന്നു. ഈ വിഷയം എനിക്ക് ദൈവം വെളിപ്പെടുത്തി തരണമെന്നാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷേ എന്തായാലും ശരി, ഇദ്ദേഹം പല ശക്തികളെയും ഞങ്ങളുടെ കുടുംബത്തിൽ അയക്കാൻ തുടങ്ങി. കാരണം ഞാനാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്തത്. അങ്ങനെ പല രൂപങ്ങളും ഭാവങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാ വിഷയത്തിനായി, ദൈവത്തിൻ്റെ ശക്തിക്കായി ഞാൻ കരയാൻ തുടങ്ങി. വളരെ നാളുകൾ കരഞ്ഞു, പ്രാർത്ഥിച്ചു. ദൈവം അഭിഷേകം പകർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പൈശാചിക മണ്ഡലങ്ങളെ അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ ശാസിക്കാൻ, അതിൻ്റെ മേൽ ജയമെടുക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വന്നപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റേ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും എന്നെ ഒന്ന് ഉപദ്രവിക്കുമായിരുന്നു. അതിനുള്ള റീസണുണ്ട്. കാരണം അങ്ങനെയുള്ള വ്യക്തികളെ സഭയിൽ പെർമിഷൻ കൊടുത്തു. അതുമാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലും കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. അപ്പോൾ അതിന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നാം ഉണ്ടാക്കിക്കൊടുത്തു. ദൈവം നമുക്ക് ഒരു വിവേചനം വരമെന്ന് പറഞ്ഞൊരു വരം ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പ്രാപിച്ചെടുത്തില്ല എങ്കിൽ, മനസ്സിലാക്കിയില്ല എങ്കിൽ ഇങ്ങനെയുള്ള കുരുക്കുകളിൽ ദൈവമക്കൾ അകപ്പെടാറുണ്ട്.
അങ്ങനെ അനേക സംഭവങ്ങൾ ഞങ്ങളുടെ സഭയിൽ സംഭവിച്ചു. ഞങ്ങളുടെ സഭ ഇല്ലാതായി, സഭയുടെ അഡ്രസ്സ് പോയി. അപ്പോൾ ഈ ഇയ്യോബിൻ്റെ മക്കളുടെ മേൽ ആ കാറ്റടിച്ചു, ഇയ്യോബിനുള്ള സകലതും നഷ്ടമായി. അപ്പോൾ പിശാചിന് അത് സാധിക്കും. അവൻ വലിയവനല്ല, അവനൊരിക്കലും വലിയവനല്ല. എന്നാൽ അവന് ശക്തിയുണ്ട്. അതിനേക്കാളും വലിയ ശക്തിയാണ് ഓരോ ദൈവ പൈതലിൻ്റെ മേലും ദൈവം പകർന്നിരിക്കുന്നത്. ഈ ശക്തി പ്രാപിച്ച് ദൈവമക്കൾ ദൈവത്തെ സാക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ശക്തി തൻ്റെ ശിഷ്യന്മാരുടെ മേൽ, അന്ന് അവിടെ കൂടിയിരുന്ന 120 പേരുടെ മേലും പകർന്നതും. അപ്പോൾ തന്നെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേലും പതിഞ്ഞു. ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ മേൽ പതിയുന്ന അഭിഷേകം. നമുക്കറിയാം, യെശയ്യാ പ്രവാചകൻ, അദ്ദേഹം യെശയ്യാ പ്രവചനം 1 മുതൽ 5-ാം അധ്യായം വരെ വായിക്കുമ്പോൾ മനുഷ്യൻ്റെ തെറ്റുകൾ കണ്ടിട്ടാണ്. അപ്പോൾ അദ്ദേഹം നിശ്ചയമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ഇവരെ തെറ്റിതിരുത്തി മടങ്ങി വരാനും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നാം എന്തിനെ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതനുസരിച്ചുള്ള പ്രോപ്പസി, അതനുസരിച്ചുള്ള വെളിപ്പാടാണ് കർത്താവ് തരുന്നത്. അവിടെ കുറ്റങ്ങളും കുറവുകളും കണ്ട് പ്രവഹിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം 6-ാം അധ്യായത്തിൽ ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു. ആ ഒരു ദൂതൻ വന്ന് അദ്ദേഹത്തിൻ്റെ നാവിനെ അവിടെ പറയുന്ന യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനം. സാറാഫുൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കലെടുത്തു കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്ന് അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാവ് വിശുദ്ധമായി. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നാവിന്മേൽ വരുമ്പോൾ നമ്മുടെ DNA-യിൽ, നമ്മുടെ രക്തത്തിൽ, നമ്മുടെ മാംസത്തിൽ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ, നമ്മുടെ ഓരോ ബോഡി സെൽസിലും, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ, നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൽ, നമ്മുടെ അകത്തെ മനുഷ്യ ആത്മാവിൽ, ദേഹത്തിലൊക്കെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ആഴത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ സാധിക്കത്തില്ല. ഇതാണ് ശരിക്കു പറഞ്ഞാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മനിലവാരം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ അഭിഷേകം ദൈവശക്തി പ്രാപിച്ച് ആ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് ഈ ഭൂലോകം മുഴുവനും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആ ഭൂലോകത്തെ മുഴുവനും സുവിശേഷീകരിച്ചത്. ആ ശക്തി നമുക്കും പ്രാപിക്കണ്ടേ? നമ്മുടെ സഭകൾക്ക് വേണ്ടേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിരിക്കുന്ന നേരം ഈ ദൈവശക്തി പ്രാപിച്ച് ലോകത്തെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ യേശു ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അത് നിർവഹിക്കണം. അല്ലാതെ സഭയിൽ ഇരുന്ന് കൊട്ടിപ്പാടി അതിനല്ല അഭിഷേകം തന്നിരിക്കുന്നത്. അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ കൊട്ടിപ്പാടിയിരിക്കാനാണോ ദൈവത്തിൻ്റെ ശക്തി പകർന്നിരുന്നത്? ഈ ശിഷ്യന്മാരെന്താ ചെയ്തത്? അവർ ലോകം മുഴുവനും സഞ്ചരിച്ചു, കർത്താവിനെ വെളിപ്പെടുത്തി, കർത്താവിനെ മഹത്വീകരിച്ചു, കർത്താവിൻ്റെ നാമത്തെ പ്രസിദ്ധമാക്കി അനേക ജാതികളെ, ഗോത്രക്കാരെ, ഭാഷക്കാരെ, വംശക്കാരെ, രാജാക്കന്മാരെ ദൈവത്തിങ്കിലേക്ക് നടത്തി. ഈ ഡ്യൂട്ടിയൊന്നും ദൈവസഭയ്ക്കില്ലേ? ദൈവസഭയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്വമില്ലേ? അതിനാണ് ദൈവാഭിഷേകം തരുന്നത് പ്രിയ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിക്കുക, ദൈവശക്തി ധരിക്കുക, ദൈവശക്തി ഒടുക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ദൈവരാജ്യ ശക്തിയോടെ ഭൂമിയിൽ വെളിപ്പെടുത്തുക. ദൈവരാജ്യ ശക്തിയോടെ വെളിപ്പെട്ട് വരുമ്പോൾ സാത്താന്യ സാമ്രാജ്യം തകരപ്പെടും, പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിയും, ആ സകല മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം ദൈവാത്മാവിനാൽ ദൂരീകരിക്കപ്പെടും. അങ്ങനെ ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെട്ട് വരും. അങ്ങനെയെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ വരവ് നടക്കത്തുള്ളൂ. അതിന് തടസ്സക്കാർ വേറെ ആരുമല്ല, ഒരു ജാതികളുമല്ല. ഈ പെന്തക്കോസ്തുകാരെന്ന് അഭിമാനിക്കുന്ന ഈ ദൈവമക്കളാണ് ഇതിനൊക്കെ തടസ്സം. ദൈവത്തിൻ്റെ മേലെ അവർ ചെയ്യുന്നില്ല, ചെയ്യേണ്ടവണ്ണം ചെയ്യുന്നില്ല. ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ, ചിലർ ചെയ്യുന്നുമില്ല. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മ നിറവിനാൽ ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മളെ ഏവരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഈ മീഡിയയിലൂടെ കേൾക്കുന്ന അങ്ങയുടെ ജനത്തിന് കർത്താവെ അങ്ങയുടെ ആത്മാവിനെ പ്രാപിക്കാനുള്ളൊരു ദാഹം ഉണ്ടാകട്ടെ പച്ചാണ്. കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ ദാഹം അങ്ങ് വർദ്ധിപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിനത് ഉണ്ടാകട്ടെ. അപ്പോൾ അങ്ങയുടെ ആത്മാവിനെ കൂടാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ള അവയർനെസ് അങ്ങയുടെ ജനത്തിൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ദൈവസാന്നിധ്യം അങ്ങയുടെ ജനത്തിൻ്റെ മേൽ, സഭയുടെ മേൽ പകർന്ന്
കർത്താവെ ദൈവത്തെ അറിയുവാൻ തക്ക നിലവാരത്തിൽ ആമേൻ സ്തോത്രം കൊണ്ടുവരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ.